മക്കളെ ഫോർത്ത് ചാപ്റ്റർ വെറും 10 മിനിറ്റിൽ ഞാൻ പഠിപ്പിച്ചു തരാം. എക്സാമിന് തലേന്ന് കാണാൻ പറ്റിയ ക്ലാസ് ആണ് മക്കളെ. ഫുൾ ഫോർമുലാസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ, എങ്ങനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാമെന്നും റെക്ടാംഗിൾ ക്വസ്റ്റ്യൻ വന്നാലും അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഫോർമുല എല്ലാം ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫാക്ടറൈസേഷൻ വരെ ഇത്രയും പഠിച്ചതിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ എക്സാമിന് തലേന്ന് സാർ എനിക്കിതല്ല വേണ്ടത്, എനിക്ക് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്, ഈ ചാപ്റ്ററിന് പെട്ടെന്ന് പഠിപ്പിച്ചു തരുമോ? പെട്ടെന്ന് പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് ഇതേപോലെ 5th ചാപ്റ്റർ ട്രിഗ്നോമെട്രി 5-10 മിനിറ്റിൽ വേണമെങ്കിൽ വേഗം കമൻറ്റ് ചെയ്യാം. നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ടൈം ഒട്ടുമില്ല മക്കളെ, വേഗം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ പഠിക്കാം. എന്താണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ? വർഗ്ഗത്തികം എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ 1 ആയിരിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ 1 ആയിരിക്കണം. ഇനി എക്സിന്റെ കൂടെയുള്ള നമ്പർ ഉണ്ടോ? ഇവന്റെ പകുതി എന്താണ് മക്കളെ? 1. അപ്പോൾ ഞാൻ 1 സ്ക്വയർ ആഡ് ചെയ്യുന്നു. ഓക്കെ, നോക്കിയേ, ഇവിടെ 6ന്റെ പകുതി എന്താ? 3ന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. അപ്പം 9 ആണെന്ന് അറിയാം. 10ന്റെ സ്ക്വയർ ഇവിടെ -6 എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 10ന്റെ പകുതി എന്താണ്? 5ന്റെ സ്ക്വയർ ആഡ് ചെയ്തു. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേഗം കാണിച്ചു തരാം. ഇനി എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെ കംപ്ലീറ്റ് സ്ക്വയർ ആവുന്നത്? ഇത്രേ ഉള്ളൂ. എക്സ് പ്ലസ് ഈ നമ്പർ എന്താണ്? എക്സ് പ്ലസ് ആ നമ്പർ ദ ഹോൾ സ്ക്വയർ. ഈ സിമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. എക്സ് മൈനസ് ഈ സിമ്പിൾ എന്താണ്? എക്സ് -3 ദ ഹോൾ സ്ക്വയർ. കംപ്ലീറ്റ് സ്ക്വയർ ആണ്. എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, റെഡി? ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ സെറ്റ്. ഇതാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ഹോംവർക്കായിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്താൽ ഇന്ന് ഫസ്റ്റ് ടോപ്പിക് നിങ്ങൾ റെഡി. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എത്രയേ ഉള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? എക്സ് പ്ലസ് 12ന്റെ പകുതി എത്രയാ? ആ നമ്പറിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കുക. അതെന്താണെന്ന് നിങ്ങൾ എഴുതുക. അതേപോലെ ഇക്വേഷൻ ആയിട്ട് എഴുതാൻ മറക്കരുത്. ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഓരോ മിനിറ്റ് നമ്മൾ യൂസ്ഫുൾ ആക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം, എപ്പോഴും എക്സാം പേപ്പറിലല്ല ക്വസ്റ്റ്യനിൽ വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ നമ്പർ തരൂല. നിങ്ങൾക്ക് പറയും 1 ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ്. മക്കളെ, കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള. ഓക്കെ, ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഫോർ എക്സാമ്പിൾ 2, 4, 6, 8. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തടുത്തുള്ള 2 ഈവൺ നമ്പേഴ്സ് എടുക്കണം. ഇവനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത ഈവൺ നമ്പർ എന്താ മക്കളെ? എക്സ് പ്ലസ് എന്താണ്? എക്സ് കഴിഞ്ഞിട്ട് 2 കൂടി എക്സ് പ്ലസ് 2. ഓക്കെ, അതേപോലെ ഞാൻ 2 അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ് എടുക്കണം. 1, 3, 5, 7 എല്ലാം സെയിം ആണ്. ഇവനെ ഞാൻ എക്സ് എടുക്കുകയാണെങ്കിൽ അടുത്ത നമ്പർ എന്ത് ചെയ്യാം? എക്സ് പ്ലസ് 2 എന്ന് എടുക്കാം. ഇനി ചിലവർ എന്ത് ചെയ്യുന്നു, ഞാൻ വേറെ പറഞ്ഞാൽ ഇതും തെറ്റില്ല കേട്ടോ. ഇവനെ ഞാൻ എക്സ് എടുത്താൽ ഇപ്പുറത്തെ ഈവൺ നമ്പർ ആയിക്കോട്ടെ, എക്സ് -2 ഓഡ് നമ്പർ ആയിക്കോട്ടെ, അങ്ങനെ എടുക്കാം കേട്ടോ. എക്സ് -2 എക്സ് എടുക്കാം, എക്സും എക്സ് പ്ലസ് 2 എടുക്കാം. പക്ഷേ ഇതാണ് നമ്മൾ കൂടുതൽ എടുക്കാം. ഇനി അതേപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ വരാം, മൾട്ടിപ്പിൾസ് ഓഫ് 8. ക്വസ്റ്റ്യൻ പറയാം മൾട്ടിപ്പിൾസ് ഓഫ് 8. ഈ ഈവൺ നമ്പേഴ്സ് അല്ല, മൾട്ടിപ്പിൾസ് ഓഫ് 8. അങ്ങനെ പറയുകയാണെങ്കിൽ എക്സും എക്സ് പ്ലസ് 8ഉം. അങ്ങനെയാണ് മൾട്ടിപ്പിൾസ് ഓഫ് 7 ആണെങ്കിലോ? മൾട്ടിപ്പിൾസ് ഓഫ് 7 ആണ് നിങ്ങൾ എന്തെടുക്കുക? എക്സും എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്തത്? എക്സും എന്താണ് എടുക്കുക? അങ്ങനെയൊക്കെ പഠിക്കണം കേട്ടോ. ഇനി കഴിഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ 1 ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസിക്യൂട്ടീവ്. മക്കളെ, ഈ നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനൂടെ 1 ആഡ് ചെയ്യുന്നു. 1 ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, +1. അപ്പോൾ എന്താണ് കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഇത്രയും കിട്ടിയാൽ സോൾവിങ് ഒക്കെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനോ കംപ്ലീറ്റിംഗ് സ്ക്വയർ വെച്ച് ചെയ്യാൻ പറ്റും. ഗിവ്സ് 289. ഇത് ഈക്വൽ ടു 289. ഈ സൈഡ് ഒരു സ്ക്വയർ ആണ്, ആ സൈഡ് ഒരു സ്ക്വയർ ആണ്. നമുക്ക് സോൾവ് ചെയ്യാം. ഇത് ഉണ്ടാക്കാനാണ് പഠിക്കേണ്ടത്. ഓക്കെ, കോൺസിക്യൂട്ടീവ് എന്നുള്ള വാക്കൊക്കെ പഠിച്ചു വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8. കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8ന്റെ എക്സും എക്സ് പ്ലസ് 8 ആണ് അടുത്തടുത്തുള്ള മൾട്ടിപ്പിൾസ്. മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് കിട്ടുന്ന? പ്രൊഡക്റ്റ് തരുന്നത് 384. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ വെച്ചിട്ട് വേഗം ഒന്ന് കാണിച്ചു തരാം. ഇവനിങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 8x, ഇവിടെ 384. നിങ്ങൾ കാണാൻ പറ്റും ഞാൻ വലിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗ്യാപ്പ് ഇട്ടത് മക്കളെ? 8xന്റെ പകുതി എന്താണ്? 8ന്റെ പകുതി 4 സ്ക്വയർ ആഡ് ചെയ്യുന്നു. സോ എനിക്ക് കിട്ടും എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. അതൊക്കെ ശരി. ഇവിടെ പക്ഷേ ഇക്വേഷൻ ആണ് സാർ. ഇവിടെ ഞാൻ 4 സ്ക്വയർ ഇട്ട് കൊടുത്താൽ അവിടെയും 4 സ്ക്വയർ ഇടണ്ടേ? അതെന്താ? 4 സ്ക്വയർ 16. 384 16 കൂട്ടി എത്രയാ? 400. 400 എന്ന് പറയുമ്പോൾ 20 സ്ക്വയർ ആണെന്ന് അറിയാലോ. ഇവിടെയും സ്ക്വയർ, അവിടെയും സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി കേട്ടോ. ഇവിടെ ഒരു സ്ക്വയർ ഇട്ട് അവിടെ സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയറും കൂടി കളയുമ്പോൾ എനിക്ക് കിട്ടാം എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ സ്ക്വയർ കളഞ്ഞു, അവിടുത്തെ സ്ക്വയറും കളയുമ്പോൾ ശ്രദ്ധിക്കണം, പ്ലസ് -20. 2 ഉത്തരം വരും. ആ 2 ഉത്തരം കാണിച്ചാൽ എക്സ് പ്ലസ് 4 20 ആണെങ്കിൽ, +20 ആണെങ്കിൽ എക്സ് എന്ത് കിട്ടും? 20 - 4 16 കിട്ടും. അതേപോലെ തന്നെ എക്സ് പ്ലസ് 4 ഞാൻ ഇവിടെ സോൾവ് ചെയ്യാം. എക്സ് പ്ലസ് 4 -20 ആണ്, എന്ത് കിട്ടും? എക്സ് എനിക്ക് കിട്ടും -24. അപ്പോൾ 2 ആൻസറും ശരിയാ. എക്സ് 16, എക്സ് -24. ചില ചോദ്യത്തിൽ എക്സ് ഒരു നാച്ചുറൽ നമ്പർ അല്ലേ, പോസിറ്റീവ് ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ എടുക്കണ്ട. അപ്പോൾ നമ്പേഴ്സ് എന്തൊക്കെയാണ് മക്കളെ? ഒന്നെങ്കിൽ 16, ആ 16 + 8 24 വരും. ഓർ -24
അത് പ്ലസ് 8 എത്രയാ? അത് പ്ലസ് 8 മൈനസ് 16. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടും. ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, നമുക്ക് പക്ഷേ 10 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ടതുള്ള ചാപ്റ്റർ. അപ്പോൾ ഈ ടൈപ്പ് കിട്ടി. ഇനി നിങ്ങൾ പഠിക്കാനുള്ള ക്വാഡ്രാറ്റിക് ഫോർമുല. ക്വാഡ്രാറ്റിക് ഫോർമുല എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് സ്ക്വയർ ഉണ്ടായിരിക്കണം, റൈറ്റ് സൈഡിൽ 0 ആയിരിക്കണം മക്കളെ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റൈറ്റ് സൈഡിൽ 0 ആണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ax² + bx + c = 0. ഫോർമുല ഇങ്ങനെ -b ± √b² - 4ac / 2a -b ± √b² - 4ac / 2a. ഈ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാതെ ഇരിക്കുകയാണ് നല്ലത്. വന്നാൽ എന്തോ നിങ്ങൾ ചെയ്താൽ തെറ്റുണ്ടെന്നാണ് അർത്ഥം. ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ദ പ്രൊഡക്റ്റ് ഓഫ് 2 ആൻഡ് നമ്പർ a product of a number and 2 more than number. അപ്പോൾ എക്സും 2 more than അതിനെക്കാളും 2 കൂടുതൽ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് പ്ലസ് 2 അവരുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഗുണിക്കുക ഈസ് ഈക്വൽ ടു 168. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? x² + 2x ഓക്കെ ഈസ് ഈക്വൽ ടു 168. ഇനി ഇവിടെ എനിക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ഇവിടെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാട്ടോ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? 168 ഇങ്ങോട്ട്. എനിക്ക് റൈറ്റ് സൈഡിൽ 0 വേണം. അപ്പോൾ x² + 2x - 168 ഈസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യാം? എനിക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു -b ± √b² - 4ac / 2a. ഓക്കെ, അപ്പോൾ നോക്കിയാൽ -b എന്ന് പറയുമ്പോൾ ഇവിടെ a 1 ആണ്, b 2 ആണ്, c -168 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കിട്ടുക? -2 ± √b² എന്താണ് മക്കളെ? 2ന്റെ സ്ക്വയർ 4 -4 ഇൻറ്റു -4ac 168 × 4 ചെയ്താൽ മതി. 168 × 4 എത്ര? 32. 3 carry 6 24 27. ഓക്കെ, 2 1 എത്ര വരിക മക്കളെ? 1ഉം 4ഉം 672 അല്ലേ? 672 ഞാൻ ചെയ്ത് കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നു. 672 കറക്റ്റാണ്. അപ്പോൾ എന്താണ് കിട്ടുക? 4 × ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് കിട്ടി? 672. ഓക്കെ, ഡിവൈഡഡ് ബൈ മൈനസ് അല്ല പ്ലസ് ആയിട്ട് വരിക. കാരണം എന്താണ്? -4 × a എന്ന് പറഞ്ഞാൽ 1, c എന്ന് പറഞ്ഞാൽ മൈനസ്. ഓക്കെ, അപ്പോൾ മൈനസും പ്ലസ് ആയി 672 കിട്ടി. 4 + 672 നമുക്ക് കിട്ടി, ഡിവൈഡ് ബൈ 2 × 1. ഓക്കെ, അപ്പോൾ എനിക്ക് ആൻസർ എന്താണ് കിട്ടാൻ പോകുന്നത്? ഇസ് ഈക്വൽ ടു -2 ± 4 പ്ലസ് എന്ന് പറയുമ്പോൾ 676ന്റെ റൂട്ട് എത്രയാണ് മക്കളെ? 676 എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ് 20ഉം 30ൻ്റെ ഇടയ്ക്ക് വരും. 6 വെച്ച് അവസാനിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാം ഒന്നുകിൽ 24 ആയിരിക്കും അല്ലെങ്കിൽ 26 ആയിരിക്കും. ഓക്കെ, 24 26 ആയിരിക്കും സ്ക്വയർ റൂട്ട്. അതിന് ട്രിക്ക് ഞാൻ വേണേൽ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് കണ്ടിരിക്കുന്ന ട്രിക്ക് വേണമെങ്കിൽ വീഡിയോ പറയാം. ഞാൻ പറയാം 25 625നെക്കാളും വലുതാണ്. സോ ഞാൻ പറയുകയാണ് 26 ആണ് ആൻസർ. സോ -2 ± √26 ഇത് കിട്ടി. ഒരു ആൻസർ എന്താ? -2 + 26 എത്ര? 26 - 2 എന്ന് പറയുമ്പോൾ 24/2 ഒരു ആൻസർ. മറ്റേ എന്താ? -28/2 രണ്ടാമത്തെ ആൻസർ. ആൻസറുകൾ എന്തൊക്കെയാണ് കിട്ടിയത്? എനിക്ക് 12ഉം കിട്ടി, -14ഉം കിട്ടി. രണ്ട് ആൻസറിന് ശരിയാണ്. ഓക്കെ, രണ്ട് ആൻസറും ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എക്സും x + 2 12ഉം 14ഉം ഓർ -14ഉം -12ഉം. ഇതൊരു ആൻസറാണ്, ഇതൊരു ആൻസറാണ്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാൻ പഠിച്ചു. റൂട്ടിന് വേണം സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് റെക്ടാങ്കിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും വേഗം ലൈക്ക് അടിക്കുക. കാരണം 10 മിനിറ്റ് നമ്മുടെ ചാപ്റ്റർ തീർക്കുന്നു. റെക്ടാങ്കിൾ ഇസ് ടു ബി മെയ്ഡ് പെരിമീറ്റർ എന്നു 2 × l + b ഫോർമുല മറക്കരുത്. പെരിമീറ്റർ 60 ആണ്. 60 = 2 × l + b. ഓക്കെ, ഇപ്പം തന്നെ എന്ത് ചെയ്യും? 2 ഇങ്ങോട്ടേക്ക് ഡിവൈഡ് അപ്പം എന്ത് കിട്ടും? 30 = l + b. ഇത് എഴുതി കഴിയുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, l + b 30 ആണ്. ഓക്കെ, നോക്കിയാൽ പിന്നെ എന്താ? ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്താണ് അവർ പറയുന്നത്? ഏരിയ പറഞ്ഞത് l × b ആണെന്ന് അറിയാമല്ലോ. അതെന്താണ്? 189. ഓക്കെ, 189 ആണ് l × b. ഇവിടെ നിന്ന് നമ്മൾ ഭാഷകൾ മാറ്റുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലിന് ലെങ്ത്തിന് എക്സ് എടുക്കുന്നു. ഇനി നമ്മൾ ലെങ്ത് എക്സ് ആട്ടോ, ലെങ്ത് എക്സ് ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് എന്താണ് മക്കളെ? വീതിനെ നമ്മൾ എക്സിൻ്റെ ഭാഷയിലേക്ക് b = എക്സ് ഇങ്ങോട്ട് വരാം 30 - x ആണ് ബ്രെഡ്ത്ത്. ഓക്കെ, 30 - x. ഓക്കെ, ബ്രെഡ്ത്ത് കിട്ടി. ഈ രണ്ട് കാര്യം എക്സും 30 - x ആണ്, ലെങ്ത്തും ബ്രെഡ്ത്തും. അതുകൊണ്ട് ഇവിടെ ഇട്ടെ x × 30 - x. ഓക്കെ, 189 കിട്ടി. ഈ സോൾവ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. 30x ഓക്കെ -x². ഓക്കെ, ഇനി ഇവിടെ സോൾവ് ചെയ്യുന്ന 2-3 രീതിയിൽ സോൾവ് ചെയ്യാൻ നമുക്ക് സമയം കുറവാണ്. എല്ലാം ഈ റൈറ്റിലുള്ള ടേമുകളെല്ലാം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ -x² ഇവിടെ +x² -30x ഇവിടെ +30x -30x 189 അങ്ങോട്ട് പോകുമ്പോൾ -189. ഈ 2-3 രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാം. അപ്പോൾ എന്താണ്? 15ന്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യാം, ഇവിടെയും 15ന്റെ സ്ക്വയർ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? x -15 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 225 മൈനസ് ഇത് കിട്ടും. ഓക്കെ, 225 - 189. ഓക്കെ, അപ്പോൾ എത്ര വരിക?
19 36 എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആൻസർ ചെയ്യാം എക്സ് മൈനസ് 15 ഇസ് ഈക്വൽ ടു, ഇവിടെ 2 ആൻസർ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇസ് ഈക്വൽ ടു +or-6 കിട്ടും. സോ ഫൈനൽ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, 2 ആൻസർ വരും കമൻറ്റ് ചെയ്യുക. എക്സ് മൈനസ് 15 ഇസ് ഈക്വൽ ടു +or-6. എൻ്റെ 10 മിനിറ്റ് സമയമായിക്കൊണ്ട് ഞാൻ എന്താ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇവിടെ ആൻസർ ചെയ്യുമ്പോൾ ലെങ്ത് ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ ആൻസർ ചെയ്യാൻ മറക്കരുത്. അതോടെ നിങ്ങൾക്ക് 10 മിനിറ്റിൽ മക്കൾ ഈ ചാപ്റ്റർ മൊത്തം പഠിപ്പിച്ചു തന്നു. അപ്പോൾ താങ്ക് യു. ഇത്ര നേരം കണ്ടതിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിന് തലേന്ന് 7 മണിക്ക് ലൈവ് ഉണ്ട്, മറക്കണ്ട. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം നമ്മൾ പഠിപ്പിച്ചിരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ട്രിഗ്നോമെട്രി വേണമെങ്കിൽ 5 മിനിറ്റിൽ വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ഞാൻ ഇടുന്നതായിരിക്കും.